തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിക്ക് ലഭിക്കുമ്പോൾ 45 ദിവസത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട്, നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് അനുഗുണമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏതു തരത്തിലാണ്, അതിന് കേന്ദ്ര ഗവൺമെന്റ് ഏതു തരത്തിലൊക്കെ സഹായിക്കും, ഏതു തരത്തിലൊക്കെ ഇടപെടൽ നടത്തും എന്നുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒരൊറ്റ കാര്യം. ആത്മഹത്യ ചെയ്ത ബി.ജെ.പി നേതാക്കളുടെ വീട്ടിൽ ഏതെല്ലാം ബി.ജെ.പി പ്രവർത്തകർ അല്ലെങ്കിൽ ഏതെല്ലാം ബി.ജെ.പി നേതാക്കന്മാർ പോയിരുന്നു എന്നുള്ളതിന് കറക്റ്റായിട്ടൊരു ഉത്തരം പറയാമോ? സത്യസന്ധമായ ഒരു ഉത്തരം പറയാമോ? ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ജനങ്ങൾക്കത് അറിയണമെന്ന് താല്പര്യമുണ്ട്. അതിനൊരു ഉത്തരം പറയാൻ കഴിയുമോ താങ്കൾക്ക്? താങ്കൾക്ക്? അപ്പോൾ കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് വികസനത്തിനുള്ള ഫണ്ട് കിട്ടുള്ളൂ. ഭരണം കിട്ടിയാൽ മാത്രമേ കേന്ദ്രം സഹായിക്കുള്ളൂ അല്ലേ? ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി ഭരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമായി.